അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞത്, മോനെ എൻ്റെ മകന് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ അമ്മയോട് എന്താ പറയണ്ടേ? പ്രാർത്ഥിച്ചാൽ അമ്മയുടെ മകൻ്റെ രോഗം ഭേദമാകുമെന്ന് പറയണോ? ഇതൊന്നും എന്നെ ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ പൊതുവേ എന്നെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ സഹതാപമാണ്, സിമ്പതിയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ അവരെ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അനാവശ്യമായ ശാഠ്യങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ചിന്തകൾ നമ്മൾക്ക് ഇമ്പോസ് ചെയ്തിരുന്ന എന്നതായിരുന്നു. ഡിസബിലിറ്റി എന്നൊരു സോഷ്യൽ കോൺസെപ്റ്റിൻ്റെ ചലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യാനൊക്കെ ഒരു പരിധിവരെ സാമൂഹിക മാധ്യമങ്ങൾക്ക് സഹായമാകാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് കുറച്ച് പ്രായ ആളുകൾ ചില്ലറ പൈസ കൊണ്ടുവന്ന് കൈവച്ചു. കാരണം അവരുടെ കണ്ണിൽ നമ്മുടെ ഫംഗ്ഷന് വന്നതല്ല, ഭിക്ഷ എടുക്കാൻ വന്നതാണ്. സഹതാപവും സഹാനുഭൂതിയും എന്തിനാണ്? സഹതാപം വേണ്ട, സഹാനുഭൂതി പിന്നെ സഹിക്കാം. ഒരു 4 വർഷം ഒരു ഡീപ്പ് ഡിപ്രഷൻ, മൂഡ് സ്വിംഗ് വന്നിട്ട് ഐ ആം ഡിപ്രസ്ഡ് എന്ന സ്റ്റാറ്റസ് ഇടുന്ന ഒരു സാധനമല്ല. ഞാൻ വല്ലാതെ നോസായി പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് കുറേ നേരം എൻ്റെ സുഹൃത്തിനോട് പോയിരുന്ന് വർത്താനം പറയും, കുറച്ച് നേരം കെട്ടിപ്പിടിക്കും, കുറേ നേരം ഇരുന്ന് കരയും, ബാറ്ററി ചാർജായി ജീവിതത്തിലേക്ക് തിരികെ വരും. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലായ മാഡിസം ഡിജിറ്റൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ എന്നൊരു ചോദ്യം ആരെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ ആനുകാലികങ്ങളിലോ പത്രത്തിലോ സമൂഹ മാധ്യമങ്ങളിലോ ഒക്കെ കേട്ട വലിയ വലിയ പേരുകൾ നമ്മളെപ്പോഴും തേടി പോകാറുണ്ട്. അത്തരം വലിയ പേരുകളോടൊപ്പം ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. എന്ത് വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം എന്ന കവിവാചകം ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു വ്യക്തി. ജീവിതത്തിൽ വീണു പോകാതിരിക്കുക എന്നത് വലിയ കാര്യമാണ്. എന്നാൽ തന്നെ പോലെയുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. ഇത് രണ്ടും വളരെ സ്വാഭാവികമായി ചെയ്യുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ കൃഷ്ണകുമാർ PS, സ്വാഗതം. താങ്ക് യു അനുജ. എപ്പോഴും ഈ ചിരിയാണ്, ഇങ്ങനെ ഈ ചിരിച്ചുകൊണ്ടുള്ള ഈ ഒരു മൂഡിലല്ലാതെ താങ്കളെ കണ്ടിട്ടേ ഇല്ല. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ശരി, നമ്മളെപ്പോഴും പ്രസൻറ്റബിൾ ആകുക എന്ന സാധനം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഒരു ക്രൗഡിൻ്റെ മുന്നിൽ പോകുമ്പോൾ ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ പൊതുവേ എന്നെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ അതിനുണ്ടാകുന്ന ചിന്തയുണ്ട്. ആ ചിന്തയുടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സഹതാപമാണ്, സിമ്പതിയാണ്. അപ്പോൾ ഭയങ്കര മോസ്റ്റെന്ന് കരുതുന്ന ഒരാൾ ഭയങ്കര പ്രസൻ്റായിട്ട് ചിരിച്ചു കാണുമ്പോൾ അയാളുടെ ഒരു മുൻവിധിയെ, മുൻധാരണയെ നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. ചിരി ശരിക്കും എൻ്റെ ഒരു ടൂള് കൂടിയാണ്. എന്നെ കാണുന്ന ഒരാളുടെ കണ്ണിൻ്റെ ആദ്യ കാഴ്ചയെ, മനസ്സിൻ്റെ ആദ്യ ചിന്തയെ ഇന്നാതാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു ടൂളാണ് എൻ്റെ ചിരി എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ ജീവിതത്തെ അത് ഇഷ്ടത്തോടെ കാണുന്നു, അത് തന്നെ മനുഷ്യർ തന്നെ. പനു തുടങ്ങിയത് തന്നെ ചെങ്ങമ്പുഴയുടെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്ന വാചകം പറഞ്ഞുകൊണ്ടാണ്. അപ്പം എൻ്റെ ജീവിതത്തെ ഞാൻ ആസ്വദിക്കുന്നു, എൻ്റെ ജീവിതത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്നെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പം എന്നതിൻ്റെ മറ്റൊരു റിഫ്ലക്ഷൻ കൂടെയാണ് എൻ്റെ ചിരി എന്ന് പറയുന്നത്. യാത്ര, പുസ്തകം, വേദികൾ, പ്രഭാഷണങ്ങൾ, അങ്ങനെ വളരെ തിരക്കേറിയ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചു, ഏകാന്തതയുടെ 100 വർഷങ്ങൾ എനിക്ക് ഒരിക്കലും വായിക്കാൻ പറ്റില്ല, അത് ആ ടൈറ്റിൽ കൊണ്ടാണെന്ന്. അപ്പോൾ ഏകാന്തത ഒരിക്കലും താങ്കളെ ആകർഷിച്ചിട്ടില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ ആൾക്കൂട്ടം, ദിവസം തോറും പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? ഞാൻ ആൾക്കൂട്ടത്തിനായി ജനിച്ചു വളർന്ന ഒരാളാണ്. നമ്മുടെ കുടുംബങ്ങൾ അത്രയും ചേർന്ന് നിൽക്കുന്നതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു സോക്കോൾഡ് അണുകുടുംബം സങ്കല്പത്തിൽ നിന്ന് വിഭിന്നമായിട്ടൊരു ഫാമിലി
മോഡലാണ് നമ്മുടേതൊക്കെ, എൻ്റെ അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും. അപ്പോൾ നമ്മൾ ജനിച്ച് വളർന്ന കാലം തൊട്ട് ഈ മനുഷ്യക്കൂട്ടത്തിൻ്റെ ഇടയനാണ്. അപ്പോൾ അതൊരു ചെറിയ ഇടവേള വന്നത് എൻ്റെ ലൈഫിലൊരു വലിയ ദുരന്തം നടന്ന സമയത്ത്, ഒരു 4 വർഷമാണ്. ഒരു 2012 തൊട്ട് 16 വരെയുള്ള ഒരു 4 വർഷമാണ്. അത് ഞാൻ തന്നെ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തരം ത്യാഗമാണ്. ഒരു വലിയ ഡിപ്രഷൻ, അതിൻ്റെ വേദന, അത് ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുക, അല്ലെങ്കിൽ എൻ്റെ ജീവിതം എൻ്റെ വേദനയെ നീറി കരുതി തീരണമെന്ന എൻ്റെ തീരുമാനത്തിൽ നിന്നാണ് ആ ഉരിഞ്ഞു മാറലും ഈ ഒരു ക്രൗഡിൽ തന്നെ അകറ്റി നിർത്തലുമൊക്കെ ഉണ്ടായത്. ഒരു 4 വർഷം. പക്ഷേ അതിൽ നിന്ന് വന്ന എൻ്റെ തിരിച്ചു വരവുണ്ട്. അപ്പോൾ വീണ്ടും ഞാനൊരു പഴയ രീതിയിലേക്ക് ആകുകയായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. മനുഷ്യന്മാരെ കേൾക്കുക, അവരത് വർത്താനം പറയുക, ഒരിടയിലൊരാളായി ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന, എൻ്റെ ഒരു ഹാപ്പിനെസ് പിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന ഒരു സാധനമാണ് ആ കൂട്ടം എന്ന് പറയുന്നത്. ഒരു ചരിത്രാന്വേഷണ സ്വഭാവം കൂടിയുള്ള ഒരു യാത്രാ വിവരണമാണ് ആ പുസ്തകം. ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യരിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്, ചരിത്രം അന്വേഷിക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല, ഞാൻ ആ പുസ്തകത്തിൽ കണ്ടത് അതിൽ ഓരോ ഭാഗത്തും നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള പല മനുഷ്യരെ തൊട്ടാണ് ആ പുസ്തകം മുമ്പോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? ഞാൻ തോന്നുന്നു ഒരു ദിവസം മതിയാകുന്നതാണ്. കാരണം ഇപ്പം എഴുതിയത് ഞാൻ നൂറ്റാണ്ടുകളുടെ നടകൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും വായിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തിയതും അത് തന്നെയായിരുന്നു. കാരണം ഇത് മാത്രമാണോ ഞാൻ എന്നുള്ളത്, ഇതെന്താ ഞാൻ എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഒരുപാട് പേരുണ്ട്. എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ പെൺസുഹൃത്ത്, എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികൾ, മൈൻഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ മനുഷ്യർ, ഏറ്റവും അവസാനം എൻ്റെ മുമ്പിലിരിക്കുന്ന അനൂജ വരെ അതിൻ്റെ ഒരു ഭാഗമാകുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഞാൻ എഴുതി തീർക്കും, അതെങ്ങനെ ഞാൻ എഴുതി തീർക്കും എന്നതൊക്കെ എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തിയൊരു കാര്യമാണ്. പക്ഷേ പുസ്തകം എന്നത് തുടങ്ങി അവസാനിക്കേണ്ട ഒന്നല്ലേ. അത് പറയാൻ കുറച്ച് പ്രയാസമാണ്. എത്ര പേരെ ഞാൻ പറയും. അട്ടുവെദ്രി എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളുടെ പേര് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പേര് പറയും, പിന്നെ എൻ്റെ അമ്മയും പറയും. അച്ഛൻ്റെ അമ്മയുടെയും കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഇത്തരത്തിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ പാരൻറ്റിങ്ങിനെ കുറിച്ച്, അവരുടെ പാരൻസിനെ കുറിച്ച് താങ്കൾക്ക് പാരൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് താങ്കളുടെ ലൈഫിൽ താങ്കൾ കിട്ടിയ ഏറ്റവും വലിയ പാരൻറ്റിങ് മൂല്യം എന്ന് താങ്കൾ കരുതുന്നത്? എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഏറ്റവും വലിയൊരു, ഞാൻ അവരെ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അനാവശ്യമായ ശാഠ്യങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ചിന്തകൾ നമ്മൾക്ക് ഇമ്പോസ് ചെയ്തിരുന്ന എന്നതായിരുന്നു. അപ്പോൾ എൻ്റെ അനുസരിച്ച് ഒരു ബേർഡ് വാച്ചറായിരുന്നു. ഒരു ബേർഡ് വാച്ചിങ് പ്രൊഫഷനാക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഒരു സാധാരണ ഡിസേബിൾഡായ ഒരു വ്യക്തി തിരഞ്ഞെടുക്കാൻ സാധ്യത വളരെ കുറവുള്ളൊരു മേഖലയാണ് പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പം അത് എൻ്റെ അനുസരിച്ച് തിരിച്ച് അറിയുന്ന സമയത്ത്, അങ്ങനെ ഒരു പ്രൊഫഷനാക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഒക്കെ എന്ന് പറയാനും അയാൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ എൻ്റെ അച്ഛനമ്മമാർ തയ്യാറായി. എൻ്റെ അമ്മ എഴുതിത്തിട്ടാണ് എൻ്റെ അനുസരിച്ച് ഒരു ബേർഡ് വാച്ചിങ് സാങ്ച്വറീസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളോടൊപ്പം അവർ സഞ്ചരിച്ചു എന്നതാണ് അനുജ ചോദ്യത്തിനുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, സ്പെഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ ഡിസേബിൾഡായ കുട്ടികളുടെ പേരൻസിനോട്
നമുക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളത്. എനിക്കത് ആകില്ല അനു. കാരണം എൻ്റെ പുസ്തകത്തിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാനൊരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എൻ്റെ വർത്തമാനം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്നത് കാത്തൊരമ്മ നിൽപ്പുണ്ടായിരുന്നു. അമ്മയുടെ മകന് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ഉണ്ട്. 23-27 വയസ്സുണ്ട് കുട്ടിക്ക്. അമ്മയുടെ കണ്ണ് കാണുമ്പോൾ അറിയാം കഴിഞ്ഞ വർഷങ്ങളായിട്ട് കരഞ്ഞ് ഭയങ്കര നമ്മളിങ്ങനെ പോസ്റ്റായി പോകുമെന്ന് പറയാൻ തന്നെ നിശ്ചലയായിപ്പോയ ഒരു സ്ത്രീ. അതൊക്കെ ഇങ്ങോട്ട് മുമ്പോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിസ്സഹായിരിക്കുന്ന ഒരു സ്ത്രീ. ഒരു കണ്ണിനകത്ത് അവരെ ഒരു നിസ്സഹായാവസ്ഥയുണ്ട്. ആ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞത്, മോനെ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അക്ഷരാർത്ഥത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്ന് പറയാം. ഞാൻ അമ്മയോട് എന്താ പറയണ്ടേ? പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. പ്രാർത്ഥിച്ചാൽ അമ്മയുടെ മകൻ്റെ രോഗം ഭേദമാകുമെന്ന് പറയുന്നു. അത് നുണയല്ലേ? ആ അമ്മയുടെ മുഖത്ത് വീണ്ടും നോക്കിയൊരു നുണ കൂടി പറയാനുള്ളൊരു ശേഷി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നതുപോലെ ഈ അമ്മമാരോട് അച്ഛന്മാരോട് എന്താണ് ഞാൻ പറയണ്ടേ? ഒന്നും എനിക്ക് പറയാനില്ല. എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തു, എൻ്റെ അമ്മ എന്നെ ചേർത്ത് നിർത്തി എന്ന് പറയുമ്പോൾ അവർക്ക് അത് കഴിയാതിരിക്കുന്നതിന് അവരുടേതായ ഒരുപാട് കാരണങ്ങളുണ്ട്. സാമ്പത്തികമുണ്ട്, സാമൂഹികമുണ്ട്. അതിനെയൊക്കെ മറന്നിട്ട് ഞാൻ അവരോട് നിങ്ങളുടെ മക്കളെ ഇന്നതുപോലെ കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റും? അത് വെറും ഒരു വർത്തമാനം മാത്രമായി ഒതുങ്ങും. ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ഈ ചലന പരിമിതികളൊക്കെ ഉള്ള ആളുകൾക്ക് മുമ്പ് പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരുടെ ആശയങ്ങൾ സംവദിക്കാനും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പരിചയപ്പെട്ടതും സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ്. അപ്പോൾ എത്രത്തോളം മാറ്റം ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? ഡിസേബിൾഡായ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാമൂഹിക മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ സൃഷ്ടിപരമായ കഴിവുകളെ അവരുടെ ചിന്തകളെ ഒക്കെ പോർട്രേറ്റ് ചെയ്യാനായാലും പുതുമധ്യത്തിലേക്ക് കൊണ്ടുവരാനായാലും സാമൂഹിക മാധ്യമങ്ങൾ ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. ഒരു ലോകം കുറച്ചുകൂടി വിശാലമാകും. ഇതൊരു 2000-ൻ്റെ തുടക്കത്തിലാണ് അതോ 90-കളുടെ അവസാനത്തിലാണോ എന്ന് ഓർക്കുന്നില്ല. ഇന്ത്യ ടുഡേയിൽ ബിൽ ഗേറ്റ്സിൻ്റെ ഒരു ലേഖനം ഇൻ്റർവ്യൂ പോലെ സാധനം പബ്ലിഷ് ചെയ്തിരുന്നു. അന്ന് ബിൽ ഗേറ്റ്സ് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ലോകം ഒരു വാതിലിലൂടെ കാണുന്നത്രയും അടുത്തേക്ക് വരാൻ പോവുകയാണ് എന്ന്. അക്ഷരാർത്ഥത്തിൽ അത് ഇന്ന് സംഭവിച്ചിരിക്കുകയാണല്ലേ. ഒരു 100-150 കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്ന അനുജയോട് എനിക്ക് തുടർന്ന് വർത്തമാനം പറയാൻ കഴിയുന്ന രീതിയിലേക്ക് രണ്ട് മനുഷ്യന്മാരെ അടുപ്പിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ഡിസബിലിറ്റി എന്നൊരു സോഷ്യൽ കോൺസെപ്റ്റിൻ്റെ ചലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യാനൊക്കെ ഒരു പരിധിവരെ സാമൂഹിക മാധ്യമങ്ങൾക്ക് സഹായമാകാൻ സാധിച്ചിട്ടുണ്ട്. പുസ്തകം വായിക്കുമ്പോൾ സിനിമാ പരാമർശങ്ങൾ ധാരാളം കണ്ടു. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ, അങ്ങനെ പോലെയുള്ള ഡയലോഗൊക്കെ. അപ്പോൾ ഒരു സിനിമാ ആസ്വാദകൻ കൂടിയാണല്ലോ. അതെ, സിനിമ നന്നായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട സിനിമകളെക്കുറിച്ച്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ നാരായണനാണ്. ഞാനൊരു ഡൈഹാർഡ് മോഹൻലാൽ ഫാനാണ്. പിന്നെ ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് ഭയങ്കര ഇഷ്ടമാണ്, മെറിൽ സ്ട്രീപ്പ് ഇഷ്ടമാണ്. ഒരുപാട് സിനിമകൾ ഇഷ്ടപ്പെട്ടു. എൻ്റെ മൊബൈലിൻ്റെ വാൾപേപ്പർ റോബർട്ട് ഡി നിറോടെയാണ്. എൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ വാൾപേപ്പർ ഡികാപ്രിയാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ സിനിമയോടൊന്ന് ഇഷ്ടം അറിയാറുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ് സിനിമ. എന്നെ വല്ലാതെ രസിപ്പിക്കുന്ന ഒന്നാണ് സിനിമ എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ 37 വർഷങ്ങളായിട്ട്
സ്തംഭിച്ചു നിൽക്കുന്ന ശരീരം, എന്നാൽ പ്രകാശ വേഗതയിൽ ചലിക്കുന്ന മനസ്സ്, ഇത് തമ്മിലുള്ള ദൂരം കുറയ്ക്കാനുള്ള ഒരു ശ്രമമാണല്ലോ താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടെക്നോളജി എത്രത്തോളം ഇതിനെ താങ്കളെ സഹായിച്ചിട്ടുണ്ട്? ഇപ്പോൾ പുസ്തകം എഴുതാൻ ഉപയോഗിച്ച ഐക്രാഫ്റ്റ് എന്ന ടൂളാണെങ്കിലും, സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഈ വാഹനം, മോട്ടറൈസ്ഡ് വീൽ ചെയർ ആണെങ്കിലും, ഇതൊക്കെ ടെക്നോളജി. അപ്പോൾ ഇപ്പോൾ മൈൻഡ് എന്ന സംഘടനയിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ലൈഫിൽ ഇതുപോലെ ടെക്നോളജി പലതരത്തിൽ നല്ല പോസിറ്റീവായി സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫ്യൂച്ചറിൽ ഇതുപോലെ ടെക്നോളജി എന്തെല്ലാം മാറ്റങ്ങൾ ഇവരിലേക്കും കൂടി എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഈ അസിസ്റ്റഡ് ഡിവൈസുകളും മോഡേൺ ടെക്നോളജീസും ഡിസേബിലിറ്റി എന്ന് പറയുന്നൊരു സോഷ്യൽ കോൺസെപ്റ്റിനെ ഇല്ലാതാക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പുസ്തകം എഴുതിയത് ടൊബൈർ എന്ന് പറയുന്ന ഒരു ഐ ഗേസിങ് ഡിവൈസ് വെച്ചിട്ടാണ്. ഇപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ചലനം ഈ വീഴ്ചയിൽ മുഖാന്തരമാണ്. എൻ്റെ യാത്ര മോഡിഫൈ ചെയ്ത ഒരു കാറ് വഴിയാണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ വഴി ഒരുപാട് പേരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഒരു പ്രശ്നം, എൻ്റെ ഒരു ദൗർഭാഗ്യം ഞാൻ കാണുന്നത് ഈ അസിസ്റ്റീവ് ഡിവൈസുകളെ കുറിച്ചിട്ട്, ഇത്തരം മൊബിലിറ്റി ഡിവൈസുകളെ കുറിച്ചിട്ട്, ഇത്തരം സങ്കേതങ്ങളെ കുറിച്ചിട്ട് ഡിസേബിൾഡായ ആളുകൾക്ക് വളരെ പരിമിതമായ അറിവേ ഉള്ളൂ. അപ്പം മൈൻഡ് അതിന് വേണ്ടിയിട്ട് നിരന്തരം ശ്രമിക്കുന്ന ഒന്നാണ്. എന്നെനിക്ക് തോന്നുന്നു മൈൻഡിൽ ഏകദേശം 20ഓളം ആളുകൾക്ക് മോഡിഫൈഡായ കാറുകളുണ്ട്. അത് അവരവരുടെ സ്വന്തം പൈസയ്ക്ക് വാങ്ങിച്ചതാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമുക്കുണ്ട്, ഇത്തരം കാര്യങ്ങളെ നമുക്കറിയാൻ സാധിക്കും. ഇത്തരം സംവിധാനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി സുഗമമാക്കാൻ കഴിയും എന്നൊക്കെ ഒരു ബോധ്യപ്പെടുത്തൽ ഇവരുടെയൊക്കെ ഉണ്ടാക്കാൻ ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 200 ആളുകൾക്ക് നമ്മൾ മൊബിലിറ്റി ഡിവൈസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യത്തേക്ക് വെച്ചാൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ വരും. അത്രയും മൊബിലിറ്റി ഡിവൈസുകൾ നമ്മൾ കൊടുത്തു. ഇങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകുമെന്നുള്ളതാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ എലോൺ മസ്കിൻ്റെ ഒരു ബ്രെയിൻ ചിപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളി പാരലൈസ്ഡ് ആയ ആളുകളെ ബ്രെയിനിലെ ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമായ മൊബിലിറ്റിയെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ന്യൂറോ ലിങ്ക് എന്താണ് അതിൻ്റെ പേര്. അപ്പം ടെക്നോളജി ഏതൊരു മനുഷ്യനെ സഹായിക്കുന്ന പോലെ തന്നെയാണ് ഡിസേബിൾഡായ ആളുകളെയും സഹായിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡിസേബിൾഡായ ആളുകളെക്കാളും ഡിസേബിൾഡായ ആളുകൾക്കാണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്രദം ആകുന്നതെന്നാണ്. യാത്ര ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. റാമ്പ് ഇല്ലാത്ത സ്ഥലങ്ങൾ വരിക, റൂം ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ സമൂഹത്തിൽ എന്ത് മാറ്റങ്ങൾ വന്നാലാണ് മൈൻഡ് എന്ന താങ്കളുടെ സംഘടനയുടെ ഒരു ലക്ഷ്യം ഒരു പരിധിവരെയെങ്കിലും പൂർത്തിയായി എന്ന് താങ്കൾ പറയുക? മനോഭാവം മാറുക എന്നതാണ് ആദ്യം വേണ്ടത്. അത് മാറിയെങ്കിൽ മാത്രമേ ഡിസബിലിറ്റി എന്ന് പറയുന്നൊരു സാമൂഹികാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകും. എൻ്റെ തന്നെ പരിചയത്തിലുള്ള ഒരു കുടുംബം, അവരുടെ കുട്ടിക്ക് ചലന പരിമിതികളുള്ളത് കൊണ്ട് വിദേശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി, ഞങ്ങളിങ്ങനെ പോവുകയാണ്. അതിൻ്റെ കാരണമായി പറഞ്ഞത് അവർ ഇത് തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ തന്നെ ജീവിക്കാം എന്ന് തീരുമാനിക്കാൻ എങ്ങനെയായിരിക്കണം നമ്മുടെ നാടിൽ മാറേണ്ടത്? മനോഭാവം മാറുക എന്നതേ ഉള്ളൂ നിവർത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂ ഇയറിൻ്റെ അന്ന് ദുബൈയിൽ ഒരു പേരൻ്റ്, എനിക്ക് തോന്നുന്നു തുർക്കിയിൽ നിന്ന് വന്നൊരു ഫാമിലിക്കാണെന്ന് തോന്നുന്നു, കുട്ടി കാണാതായി ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഇടയ്ക്ക്. 1/2 മണിക്കൂറിനുള്ളത് ദുബൈ പോലീസ് ആ കുട്ടിയെ കണ്ടെടുത്ത് അച്ഛനമ്മമാരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്: ഇത് സെയ്ദിൻ്റെ നാടാണ്, ഇവിടെ എല്ലാവരും സുരക്ഷിതരാണ്. അതൊരു സമൂഹത്തിൻ്റെ വിജയമാണത്. നമ്മൾ എത്രയൊക്കെ ആധുനികമാണ് എന്ന് പറഞ്ഞാലും ചിന്ത കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കുന്നില്ല എങ്കിൽ
നമ്മൾ അപരിഷ്കൃതരാണ്. ആ ഒരു ചിന്ത തന്നെയാണ് ഡിസേബിൾഡായ ഓരോ മനുഷ്യന്മാരെയും പുറകോട്ട് വലിക്കാതുള്ളൊരു പ്രധാന കാരണം. ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഫങ്ഷന് പോകുന്ന സമയത്ത് കുറച്ച് പ്രായമായ ആളുകൾ ചില്ലറ പൈസ കൊണ്ടുവന്ന് കൈ വെച്ചു. കാരണം അവരുടെ കണ്ണിൽ നമ്മൾ ആ ഫങ്ഷന് വന്നതല്ല, നമ്മൾ ഭിക്ഷ എടുക്കാൻ വന്നതാണ് എന്ന് ചിന്തന. കാരണം അവരുടെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് ഇത്തരം മനുഷ്യന്മാർ ഭിക്ഷ എടുത്ത് മുമ്പോട്ട് പോകുന്നതാണ്. ഈ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഡിസേബിൾഡായ ആളുകളെ സൂചിപ്പിച്ച് വന്നത് പോലും അങ്ങനെയാണ്. കാരണം 16-ാം നൂറ്റാണ്ടിൽ ക്യൂൻ വിക്ടോറിയയുടെ കാലത്തിൽ ഹാൻഡിൽ ക്യാപ്പ് വെച്ച് ഭിക്ഷ എടുത്തുകൊണ്ടിരുന്ന കുറച്ച് ആളുകളുണ്ട്, ഡിസേബിൾഡായ മനുഷ്യന്മാരുണ്ട്. അങ്ങനെയാണ് ഈ ഹാൻഡിക്യാപ്ഡ് എന്നൊരു പേര് വന്ന ഏത് സമൂഹത്തിന് വന്നത്. പലപ്പോഴും നമ്മുടെ ചിന്തയിൽ കാഴ്ചപ്പാടുകളിൽ 16-ാം നൂറ്റാണ്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു വീട് വയ്ക്കുമ്പോൾ, ഒരു ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ടാക്കുമ്പോൾ, ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കുമ്പോൾ, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം മനുഷ്യന്മാർക്ക് ഇവിടെ എത്തണം എന്ന് ചിന്തിക്കുന്നില്ല. ആ ചിന്തയുടെ പ്രശ്നമാണ്. കാരണം നമ്മുടെ സമൂഹം ഒരു ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ പതിയെ അതിന് മാറ്റം ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനാണ്. ഈ പൗരാണികമായ നിർമ്മിതികളിൽ പോലും ഉയരം, പടിക്കെട്ടുകൾ എന്നൊക്കെ ഉള്ളത് ഔന്നിത്യത്തിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് പണ്ട് മുതലേ കണ്ടിരുന്നത്. എന്നാൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചിന്ത ആ കാലത്തും ഈ കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും നമ്മുടെ ചിന്താപരമായി നമ്മൾ മാറിയിട്ടില്ല എന്നതൊരു സങ്കടമാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ രാജാക്കന്മാരുണ്ടാക്കുമ്പോൾ ആ ക്ഷേത്രങ്ങൾ ഇപ്പോൾ അനു പറഞ്ഞതുപോലെ അവരുടെ ഔന്നത്യം കാണിക്കാനുള്ള ഒരു സൂചികയാണ്, സിമ്പലാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് ഈ പറയുന്ന ഈശ്വരന്മാരോടുള്ള ഭീകരമായ ഭക്തിയോ അങ്ങനെയൊക്കെ ഞാൻ കാണുന്നില്ല. അപ്പം അന്നും ഇന്നുമൊക്കെ നമുക്ക് കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ സഹാനുഭൂതി, സഹതാപം, ഈ രണ്ട് വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ വലിയ അർത്ഥവ്യത്യാസങ്ങൾ ഇല്ലാതായിട്ട് തോന്നുന്നെങ്കിലും അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വ്യത്യാസം വളരെ വ്യക്തമായി. സഹതാപവും സഹാനുഭൂതിയും എന്തിനാണ്? നമുക്ക് സഹതാപം വേണ്ട, സഹാനുഭൂതി പിന്നെ സഹിക്കാം. അല്ലാതെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ടതാണ്. അത് ഒരു പർട്ടിക്കുലർ ശാരീരിക, ബൗദ്ധിക, മാനസിക വൈകല്യമുള്ള മനുഷ്യന്മാരോട് മാത്രമല്ല, എല്ലാ മനുഷ്യന്മാരോടും സഹാനുഭൂതി വേണ്ടതാണ് അല്ലേ. അപ്പം അനുജയുടെ ഭർത്താവിനോടുള്ള ഒരു കമ്പാഷൻ ഉണ്ട്. കമ്പാഷൻ തന്നെ അനുജയുടെ കുട്ടികളോടും ഉണ്ടാകണം. അതേ കമ്പാഷനാണ് അനുവിന് കൃഷ്ണകുമാറിനോട് ഉണ്ടാവുന്നത്. കമ്പാഷൻ എന്ന വാക്ക് തന്നെ കോ സഫറിങ് എന്ന് പറയുന്ന ഒരു ലെറ്റിൻ വേർഡിൽ നിന്നുണ്ടായതാണ്. കോ സഫറിങ്, കൂടെ സഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ വേദന അനുവിൻ്റെ വേദനയാകുന്നത് സന്തോഷമാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം നമ്മളോടൊപ്പം നമ്മുടെ വേദനയിൽ ഒരാൾ കരയുന്നു എന്ന് പറയുമ്പോൾ അയാൾ നമ്മളെ എത്രയും സ്നേഹിക്കുന്നു എന്നതാണ് അർത്ഥം. സ്നേഹത്തിൻ്റെ മറ്റൊരു തരമാണ് കോ സഫറിങ് എന്നർത്ഥമുള്ള കമ്പാഷൻ എന്ന വാക്ക്. പത്മരാജനെ ഇഷ്ടപ്പെടുന്ന ജിബ്രാനെ വായിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പ്രണയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? റഫീഖ് അഹമ്മദ് എഴുതിയതുപോലെ ഒടുവിലായ അകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധം ഉണ്ടാകണം. എൻ്റെ അവസാന ശ്വാസം വരെ ഉണ്ടാകുന്ന ഒരിഷ്ടമാണ് പ്രണയം എന്ന് പറയുന്നത്. ഇത് ഒരു വ്യക്തിയോടാകാം, ഒരു പുസ്തകങ്ങളോടാകാം, സിനിമയോടാകാം, എന്തോ ആകാം. പക്ഷെ അത്തരം ചില ഇഷ്ടങ്ങൾ തന്നെയാണ് നമ്മളെ നിലനിർത്തുന്നത്. സത്യം പറഞ്ഞാൽ നോ പറയാൻ പറ്റാത്ത ഒരു കാര്യം എന്താണ്?
എപ്പോൾ ചോദിച്ചാലും യെസ് എന്നുള്ള ഉത്തരം മാത്രം കിട്ടാൻ സാധ്യതയുള്ള ഒന്നായിട്ട് പറയാൻ പ്രയാസമാണ്. നല്ല സിനിമയുണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ നോ പറയാൻ എനിക്ക് കഴിയില്ല. നല്ല പുസ്തകമുണ്ട് വേണോ എന്ന് ചോദിച്ചാൽ നോ പറയാൻ കഴിയില്ല. നല്ല ഭക്ഷണമുണ്ട് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ നോ പറയാൻ കഴിയില്ല. ഈ 3 കാര്യങ്ങൾ എനിക്ക് ഏറ്റവും നോ പറയാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. വായിച്ച യാത്രാ വിവരണങ്ങളിൽ നിന്ന് എനിക്കിനി പോകണം എന്ന് ചിന്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഇപ്പോൾ 4 വർഷം പ്ലാൻ ചെയ്താണല്ലോ ഈ യാത്ര നടത്തി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ പ്ലാനിങ്ങിലുള്ള ഒരു യാത്രയുണ്ടോ, ഒരു സ്വപ്നയാത്ര? ആക്ച്വലി ഇപ്പോൾ യാത്ര നടക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഹൈദരാബാദ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു രാജസ്ഥാൻ യാത്ര ഒരു പുറകെ ഒരു 25 ദിവസം വന്ന ഡ്രൈവാണ് പ്ലാൻ ചെയ്യുന്നത്. അത് ഫെബ്രുവരി സംഭവിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് യാത്രയാണ് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നതാണ്. മേ ബി നെക്സ്റ്റ് ഫെബ്രുവരി ആ യാത്ര സംഭവിച്ചിരിക്കും. എന്താണ് രാജസ്ഥാൻ തിരഞ്ഞെടുക്കാനുള്ള? രാജസ്ഥാൻ ചരിത്രം തന്നെയാണ് പ്രധാനമായിട്ടും. പിന്നെ കുറേ നാളുകൊണ്ട് കാണുമെന്ന് ആഗ്രഹമുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഹൈദരാബാദുണ്ട്, ഡൽഹിയുണ്ട്, പഞ്ചാബുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും പോയി പല യാത്രകളാകുന്നതിന് പകരം എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒറ്റ ഒരു യാത്രയാക്കി എടുക്കാം എന്നൊരു ചിന്തയിൽ നിന്നാണ് ഒരു 25 days കാർ ഡ്രൈവ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു സർവൈവൽ അല്ല, ഒരു സെലിബ്രേഷൻ ആയിരിക്കണം എൻ്റെ ജീവിതം എന്ന ഏത് പോയിന്റിലാണ് തീരുമാനിച്ചത്? നമ്മൾ കഴിഞ്ഞു എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട് ജീവിതത്തിൽ. ഇന്ന് എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെൻ്റ്. ആ മൊമെൻറ്റിൽ നിന്ന് നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു തുടങ്ങുന്ന സമയം മുതൽ നമ്മളെ കുറേ കൂടി സ്നേഹിക്കും. പിന്നെ എല്ലാത്തിനോടും ഒരു ഭ്രാന്തമായ ഇഷ്ടമാണ്. കാരണം എൻ്റെ ദിവസങ്ങൾ, എൻ്റെ നിമിഷങ്ങൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങുകയാണെന്നുള്ളൊരു റിയലൈസ് ഉണ്ട്, തിരിച്ചറിവ്. ആ തിരിച്ചറിവ് എന്നിലും ഉണ്ടാക്കിയത് 2012 ജൂൺ 14 അന്ന് ഞാൻ ഗുരുവായൂർ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് എൻ്റെ കാർ ആക്സിഡൻ്റ് ആകുന്നത്. എൻ്റെ അച്ഛൻ അനുജത്തി ഒരു റോഡ് ആക്സിഡൻറ്റിൽ എന്നെ വിട്ടു പോകുന്നത്. ഒരു എനിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. 4 മാസം ഞാൻ ബെഡിൽ തന്നെ ആയിരുന്നു. ഒരു 4 വർഷം ഒരു ഡീപ്പ് ഡിപ്രഷൻ 2012 തൊട്ട് 2016 വരെ. നമ്മൾ ഈ മൂഡ് സ്വിങ് വന്നിട്ട് ഐ ആം ഡിപ്രസ്ഡ് എന്ന സ്റ്റാറ്റസ് ഇടുന്ന ഒരു സാധനമല്ല. നമ്മൾ ഈ കയ്യിൽ ഒരു ഉറുമ്പ് വന്ന് കടിച്ചു കഴിഞ്ഞാൽ മറ്റേ കൈ കൊണ്ട് ആ ഉറുമ്പിനെ എടുത്ത് കളയാൻ പോലും തോന്നാത്ത രീതിയിൽ നമ്മളങ്ങ് മരവിച്ച് പോകുന്നൊരവസ്ഥയാണ്. 4 വർഷം എടുത്തു എനിക്ക് അതൊന്ന് ഓവർകം ചെയ്തു. മൈൻഡിലേക്ക് വന്നു. അവരൊന്ന മനുഷ്യന്മാർ, ഈ കുട്ടികൾ, അവരൊക്കെ എന്നെ പഠിപ്പിച്ച ഒരു വലിയ പാഠമാണ്. ജീവിതം എന്ന് പറയുന്നത് ഓരോ നിമിഷവും ആസ്വദിച്ച് കടന്നു പോകേണ്ട, ആഘോഷിച്ച് കടന്നു പോകേണ്ട ഒന്നാണെന്നുള്ളത്. അത് സങ്കടമായാലും പരാജയങ്ങളായാലും വിജയമായാലും. ഒരാൾ കൃഷ്ണകുമാറിനെ പോലെ ജീവിക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിൽ നിന്ന് എടുത്ത് കളയേണ്ട ആ ചിന്ത എന്താണ്? കൃഷ്ണകുമാറിനെ പോലെ ജീവിക്കുകയാണ് എന്നാരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാനത് വേണ്ടാന്ന് പറയും. കാരണം അയാളത് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം അയാളായിട്ടത് ജീവിക്കുന്നതാണ് എൻ്റെ ഭംഗി. കൃഷ്ണകുമാർ ഒന്ന് മതി. ഞാനെന്ന് പറയുന്ന വ്യക്തി എന്തോ ആണ് എന്ന് കരുതിയിട്ട് പറയുകയോ എനിക്ക് എന്തോ ഒരുപാട് ക്വാളിറ്റികളുണ്ട് എന്ന് പറയുകയല്ല. കൃഷ്ണകുമാറായി ജീവിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് പരാജയങ്ങൾ ജീവിതത്തിലുണ്ടാവും. പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്തത്രയും തന്നെ വീണ് പോയേക്കാം. അത് വേണ്ട. കാരണം ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന സമയത്ത്
ഒന്ന് പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ യാത്രകൾ അത്ഭുതമാണ്. അത് ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത്ഭുതമാണ്. മൈൻഡിലെ കൂട്ടുകാരെ കുറിച്ച് അവരാണ് സത്യപതി എന്നെ ചെയ്യിപ്പിക്കുന്നത്. കാരണം എൻ്റെ പ്രണയമാണ് മൈൻഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അത് എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മൊബിലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഓർഗനൈസേഷനും അവിടുത്തെ മനുഷ്യന്മാരും തന്നെയാണ്. ഇപ്പോൾ ഞാൻ മേ ബി ഒരു 2 വർഷം കഴിയുമ്പോൾ കോഴിക്കോടേക്ക് നമ്മുടെ റീഹാബ് സെൻറ്റർ അത് ആരംഭിക്കും. പിന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ ഒരു ജീവിതം അവരോടൊപ്പം കേട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പല വേദികളിലും സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ എല്ലാ തലമുറയിലുള്ള സാഹിത്യവേദികൾ അങ്ങനെ എല്ലാ തലമുറയിലുള്ള ആളുകളുമായും ഇടപെടുന്ന ഒരാളെന്ന രീതിയിൽ എന്താണ് ഈ പഴയ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രധാനമായ കാഴ്ചപ്പാടിലുള്ള മാറ്റം എന്ന് കരുതുന്നു? ഇപ്പോഴത്തെ കുറച്ച് എമ്പതറ്റിക്കാണ് അവർ. ഇപ്പോൾ നമ്മൾ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ട് തൂറി തമാശകൾ പറഞ്ഞ് ഒക്കെ യാത്ര ചെയ്യും. അപ്പോൾ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കുട്ടികളോട് ചോദിക്കും. അപ്പം അമ്മ പറയും നമ്മൾ ഏറിലാണെന്ന് പറയും. കാരണം അങ്ങനെ കളിയാക്കലുകളും കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ ആയിട്ടാണ്. ഒരു മുൻതലമുറയിലേക്ക് പോകുമ്പോൾ അവർ കുറച്ചുകൂടി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ കാഴ്ചപ്പാടുകളും വേറെ. ഇന്നത്തെ കുട്ടികൾ ഡിസേബിൾഡായ മനുഷ്യന്മാരെ അവരായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം അതാണ്. അവരെ എമ്പതറ്റിക്കാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരു സാമൂഹിക ജീവിക്കാനുണ്ടാ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നൊക്കെ പലരും പറയും. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഭയങ്കര വിയോജിപ്പുള്ള കുട്ടിയാണ് ഒരു കാര്യമാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം എത്തുക അവരാണ്. ഇപ്പം നമ്മുടെ വീഴ്ചയിൽ ഒരു സ്റ്റെപ്പിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു 40 കിലോമീറ്റർ എത്തിയിരിക്കുന്ന ഒരാൾ വന്നിട്ട് വീഴ്ചയിൽ ലിഫ്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന. പക്ഷെ 25 നിൽക്കുന്ന ചെറുപ്പക്കാരനാണെങ്കിൽ അവൻ വന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നെങ്കിലും ചോദിക്കും. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സമൂഹം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറയുന്ന ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ മാറും. വളരെ ആധുനികം എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകും, മാറും, ഉറപ്പാണ്. ഈ ഹൃദയം കൊണ്ട് കാഴ്ചകൾ കാണുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. യാത്ര ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞാനും യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ താങ്കൾ കണ്ട ഒരു രീതിയിലല്ല എൻ്റെ കാഴ്ച വേറെയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ദർശനം പോലെയാണല്ലോ നമ്മുടെ കാഴ്ചപ്പാടുകൾ കൂടെ ചിന്തകളിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇത് ഉത്തരം വളരെ ലളിതമാണ്. കാരണം അനുഭവിച്ച എന്നെ കൃഷ്ണകുമാർ അന്ന് അനുഭവിച്ച രണ്ടുപേരെയും ചിന്തകൾ വേറെ തന്നെ, രണ്ടുപേരെയും കാഴ്ചപ്പാടുകൾ വേറെയാണ്. ഇപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ വേറെയാണ്. അനുഭവിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന എന്നാലും എനിക്ക് മീൻ വറുത്തതാണ് ഇഷ്ടം. എന്നതുപോലെ നമ്മുടെ ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളും മാറുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുന്നതും വ്യത്യസ്തമായിട്ട് തന്നെയായിരിക്കും. ഹെലൻ കണ്ണറിൻ്റെ ഒരു വാചകമുണ്ട്, ഒരു കാഴ്ച ഒന്നിനെ നമ്മൾ ആസ്വദിക്കണമെങ്കിൽ കണ്ണുകൊണ്ട് കാണുകയോ കൈകൊണ്ട് സ്പർശിക്കുകയോ അല്ല, ഹൃദയം കൊണ്ട് അനുഭവിക്കുക എന്ന് പറയും. അതിലേക്ക് നമ്മൾ ചെന്നെത്തുക എന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അനിയനുണ്ട് മുഹമ്മദ് റാഫി. അപ്പം ഞാൻ എന്ത് കണ്ടാലും പെട്ടെന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറയും. ഈ അടുത്ത് സുജാത വില്യംസിനെ കണ്ടു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കുന്ന. അപ്പോൾ റാഫി ചെയ്യുന്നതെന്ന് വെച്ചാൽ റാഫി കണ്ണുകൊണ്ട് അതിനെ ആസ്വദിക്കുക, അവൻ അതിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്ന ഒന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്നത്. അപ്പോൾ എനിക്കൊന്നും എന്നൊക്കെ കുറച്ചുകൂടി ഈ ഒരു യാത്രയെ ഹൃദയത്തിലേറ്റിയത് കുട്ടികൾ തന്നെയാവും.
എല്ലാ പരിമിതികളെയും അതിജീവിച്ച് നൂറ്റാണ്ടുകളുടെ നടകളിലേക്ക് ചെന്ന് നിന്നപ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ഭയങ്കര സന്തോഷം. കാരണം 4 വർഷത്തിനകത്ത് നടത്തിയ ഒരു തയ്യാറെടുപ്പ് അത് പൂർത്തിയാകുന്നു എന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ഭയങ്കരമായിരുന്നു, ഭയങ്കര ശൂന്യതയായിരുന്നു മനസ്സിൽ. ഈ സുഹൃത്തുക്കളാണല്ലോ ഈ സ്വപ്നങ്ങൾക്കെല്ലാം കൈപിടിച്ച് കൂടെയുള്ളത്. അവർ ചിറക് പോലെ എപ്പോഴും കൂടെ ഉണ്ടല്ലോ. സുഹൃത്തുക്കളെക്കുറിച്ച് നമുക്ക് മൈൻഡിനൊരു വോളണ്ടിയർ വിങ്ങുണ്ട്, കൂട്ട് എന്നാണ് പേര്. അപ്പോൾ കൂട്ടിൻ്റെ കൂട്ടുകാരാണ് ഇവരൊക്കെയും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരാര് എന്ന് ചോദിച്ചാൽ എനിക്ക് അത് പറയാൻ അറിയില്ല. അത് എൻ്റെ അനുജന്മാരാണ്, സുഹൃത്തുക്കളാണ്, എനിക്ക് എന്താണ് നമ്മുടെ ഈ അസാധ്യം എന്ന് കരുതുന്ന ചില സാധനങ്ങളാണ്. ചില മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് സാധിക്കുന്ന ഒന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെ കുറിച്ചിട്ട്, ഈ കുട്ടികളെ കുറിച്ചിട്ട് എന്താണ് എനിക്ക് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം പറയാൻ എനിക്ക് സാധിക്കുന്നത്. എനിക്കെന്നല്ല, അവർക്കും കഴിയില്ല. പലപ്പോഴും പലയിടത്ത് പോകുമ്പോഴും കുട്ടികളോട് ചോദിക്കും ഞാൻ ആരാണ് അവരുടെ എന്ന്. അപ്പോൾ അവരൊന്ന് ചിന്തിക്കും അവരെന്താണെന്ന്, ഞാൻ ആരാണ് അവർക്കെന്ത് പറയാൻ. ചിലപ്പോൾ അവർ പറയും സുഹൃത്തെന്ന് പറയും, ചിലപ്പോൾ പറയും ചേട്ടൻ പറയും. വാക്കുകൾക്ക് വഴങ്ങാത്ത ചില ബന്ധങ്ങൾ ഈ ലോകത്തുണ്ട്. എപ്പോഴെങ്കിലും ആത്മവിശ്വാസം ചോർന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ചിന്ത എന്താണ്? അങ്ങനെ തോന്നാറുണ്ട്? ഉറപ്പായിട്ടും. ഞാൻ മനുഷ്യനല്ലേ, അതൊക്കെ മനുഷ്യനല്ലേ. ഞാൻ വല്ലാതെ നോസായി പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് കുറേ നേരം എൻ്റെ പെൺസുഹൃത്തിനോട് പോയിരുന്ന് വർത്താനം പറയും, കുറച്ച് നേരം കെട്ടിപ്പിടിക്കും, കുറേ നേരം ഇരുന്ന് കരയും. അത് കഴിയുമ്പോൾ ഒന്നും ഓക്കെ ആവും, എന്നും ബാറ്ററി ചാർജായി ജീവിതത്തിലേക്ക് തിരികെ വരും. കാരണം ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാൻ, ഹഗ് ചെയ്ത് കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ റീജനറേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ്. കെട്ടിപ്പിടിച്ചിട്ട് ഒന്നും എന്നത് പൊട്ടിക്കരയാൻ പറ്റിയാൽ, അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ, ഇടമുണ്ടെങ്കിൽ അയാൾ ഏറ്റവും ഭാഗ്യവാനാണ്. ദൈവത്തിന് തന്നെ അങ്ങനെ കുറേ സ്പേസുകൾ എനിക്കുണ്ട്. എല്ലാ അമ്മമാർക്കും മക്കളെപ്പോഴും കുഞ്ഞുങ്ങളാണെന്ന് പറയും. ലിറ്ററലി അമ്മയ്ക്ക് എപ്പോഴും കുഞ്ഞാണ്. അപ്പോൾ അമ്മ എങ്ങനെയാണ് ഒരു ദിവസം അമ്മ എങ്ങനെയാണ്? അമ്മയുടെ ഒരു ദിവസം ഓൾമോസ്റ്റ് ഞാനുമായിട്ട് ഡിസൈൻഡാണ്, ഞാനുമായിട്ട് ചേർന്ന് വയ്ക്കുന്ന ഒന്നാണ്. ഇപ്പം ഇന്ന് എനിക്ക് തിരുവനന്തപുരത്ത് വരേണ്ടി വന്നു, അതുകൊണ്ട് അമ്മ അറ്റകടമ്പലത്തിൽ പോയി. ഇതിപ്പോൾ എൻ്റെ അമ്മ മാത്രം ഒന്നാണ്. ഡിസേബിളായ ഓരോ മനുഷ്യന്മാരുടെയും അമ്മമാരങ്ങനെയാണ്. വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വർഷങ്ങളാകുന്ന അമ്മമാരുണ്ട്, എനിക്ക് വളരെ അടുത്തറിയുന്ന അമ്മമാരുണ്ട്. ഈ അടുത്ത് എൻ്റെ കസിൻ സിസ്റ്ററുടെ കല്യാണമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു അനുജൻ വന്നു, എൻ്റെ അമ്മയുണ്ടായിരുന്നു. ആ അമ്മ കല്യാണത്തിന് പോയിട്ട് 20 വർഷമായി. 20 വർഷമായി അവരപ്പം ആ അമ്മ കല്യാണത്തിന് പോയിട്ട് ഒരു കല്യാണം കണ്ടിട്ട് ഒരു കല്യാണ സദ്യ കഴിച്ചിട്ട്. നമുക്കിതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. വായനയിലേക്ക് ആരാണ്? അച്ഛനാണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അച്ഛനാണ് വായനയിലേക്ക് കൊണ്ടുവന്ന അച്ഛനാണ്. എൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ സമർപ്പണവും ഞാൻ എൻ്റെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റിയ അച്ഛന് എന്ന് പറഞ്ഞാണ് എൻ്റെ ബുക്ക് തുടങ്ങുന്നത് തന്നെ. വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ലോകത്തിലേക്ക് പോവുകയാണല്ലേ. ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൊക്കെയാണ്? എം.ടി. ബഷീർ, മർക്കസിന് ഇഷ്ടമാണ്, പിന്നെ വയനാട് ഭയങ്കര ഇഷ്ടമാണ്, വയനാടിൻ്റെ കവിതകൾ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആരാണെന്ന് വെച്ച് ഒറ്റവാക്കി എം.ടി. ബഷീർ എന്നും പറയും. ഫിക്ഷനാണ് കൂടുതലും? ഇല്ല, അങ്ങനെ ഞാൻ സയൻസ് ഫിക്ഷൻ വായിക്കുന്ന, പിന്നെ അത് മാത്രമേ ഉള്ളൂ, ബാക്കി എന്നാ വായിക്കും.
ഒരു ചരിത്രാന്വേഷി കൂടിയാണ്. ഉറപ്പായിട്ടും ചരിത്രാന്വേഷി എന്നല്ല, ചരിത്രം ഇഷ്ടമാണ്. ചരിത്രാന്വേഷി എന്നൊക്കെ പറയുമ്പോഴോ അത് ഒരുപാട് മാനങ്ങളുള്ള വാക്കാണ്. അതൊന്നും താങ്ങാനുള്ള ഒരു ബലം എനിക്കില്ല. ചരിത്രം ഇഷ്ടമാണ്, ചരിത്രം വായിക്കാൻ ഇഷ്ടമാണ്, ചരിത്രം അറിയാൻ ഇഷ്ടമാണ്. അത് ഈ കുട്ടിക്കാലത്ത് നമ്മൾ വായിച്ച അമർചിത്രകളുടെ കഥകളുടെ ഒരു സ്വാധീനത്തിൽ നിന്ന് ഉണ്ടായ ഒന്നാണത്, ആ ചരിത്രത്തോടൊരു ഇഷ്ടം എന്ന് പറയുന്നത്. ഈ യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ ക്ഷേത്രങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു ഭക്തിയുടെ എലമെൻറ്റ് എത്രത്തോളം ഉണ്ട്? എനിക്കില്ല, അമ്മയ്ക്ക് ഉണ്ടാകും. എനിക്ക് അത്ര ഒരു സാധനം ഭക്തിയും എൻ്റെ യാത്രകളും തമ്മിൽ ഞാൻ കൂട്ടിക്കൊടുക്കാറുണ്ട്. എനിക്കില്ല. അപ്പോൾ ആ നിർമ്മിതികൾ, അതിൻ്റെ ചരിത്രം, അതൊക്കെ വളരെ മനോഹരമായ, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സെഷനായിരുന്നു ശ്രീ കൃഷ്ണകുമാറിൻ്റെ കൂടെ നമുക്കിന്ന് ലഭിച്ചത്. വളരെ നന്ദി അദ്ദേഹത്തിൻ്റെ സമയത്തിന്. എല്ലാവർക്കും നന്ദി.